ഹായ് പറഞ്ഞോളെ. ഹായ്. ഇതാണ് ഞങ്ങളെ മീൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഗാർഡനിൽ ഒരു ഫിഷ് പോണ്ട് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർ വീഡിയോ ആണ്. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ കാണിച്ചു തരാം. ഒന്നുകൂടി നമ്മളത് പൊടി തട്ടി എടുക്കാനുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളെ ഗാർഡൻ്റെ നടുക്കായിട്ട് ഒരു 3 ഫിഷ് പോണ്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ ഒരു ആകൃതിയിലുള്ളത്. ഇത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള വീഡിയോ നമ്മൾ ആദ്യം ചെയ്തതാണ്. പിന്നെ അതേപോലെ തന്നെ തൊട്ടടുത്തായിട്ട് 2 കുളങ്ങളായിട്ട് വേറെയും ചെയ്ത്. നമ്മളെ മീൻകുളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെ കേട്ടോ. ഈ 3 മീൻകുളം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതിൽ അതേപോലെ കുളവാഴകളൊക്കെ ഇട്ടിട്ടുണ്ട്. മീനുകളൊക്കെ പോയി എന്നാണ് തോന്നുന്നു. ഇതിന് ചുറ്റും ഇങ്ങനെ ആകെ അലമ്പായി നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഇത് നമ്മൾ തകര വെച്ചിങ്ങോട്ട് ചെയ്തൊരു ഫിഷ് പോണ്ടാണ്. അതിൻ്റെ ഒരു ആകൃതിയിലൊക്കെ ചെയ്താണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇതിലൊക്കെ മീനുണ്ട്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം പിന്നെ അടുത്ത പരിപാടികളൊക്കെ സെറ്റാക്കാൻ. ഈ ഒരു ചെടി നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒഴിവാക്കുന്നുണ്ട്. അയ്യോ പണിയാണ് കിട്ടാൻ. അതിൻ്റെ ചുറ്റുപാട് പുല്ലുകളൊക്കെ ഒന്ന് ഒഴിവാക്കട്ടെ. ഇനി നമുക്കിതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്യണം. ഇത് അത്യാവശ്യം നല്ല രസമുണ്ടല്ലോ ഇപ്പോൾ കാണാൻ. ഇതൊന്ന് ഷേപ്പാക്കി എടുക്കണം. 3 മീനുകളൊന്ന് വറ്റിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് മീനുകളൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് കുളമൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് വീണ്ടും ഇതിലേക്ക് ഇടണം. നമ്മൾ വയനാട്ടിൽ നിന്ന് കൊണ്ടുവച്ചൊരു ആമ്പലുണ്ട് കേട്ടോ. ഹായ് പറഞ്ഞോളെ. ഹായ്. ഞങ്ങളത് ആ മീൻകുളത്തിൻ്റെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ ഇതാണ്. ഞങ്ങൾ അതിലൊരു ആമ്പലിൻ്റെ തൈ നട്ടുണ്ടായിരുന്നു. അത് ഏകദേശമൊക്കെ കുളവാഴ കൊണ്ട് തന്നെ മൂടിപ്പോയതാണ്. അപ്പോൾ അത് ഇങ്ങോട്ട് എടുക്കുകയാണ്. പക്ഷേ മീൻ ഉണ്ടാവും. അപ്പോൾ ഇതാ ഗേസ് ഇവിടെ ഞങ്ങൾ പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. അടിയിലൊരു ഹോളുണ്ട്. ഞങ്ങൾ വെള്ളമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ മീൻ കുടുങ്ങിയാൽ ചിലപ്പോൾ കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ അത് ഞങ്ങൾ പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. അതിന് ആ ഒന്ന് ഓണാക്കി താഴെ. ഇതാ ഞങ്ങളെ പെടപെടയ്ക്കുന്ന മീൻ. പെടപെടയ്ക്കുന്ന മീൻ ഇതാ. ഇവിടെയാണ് നിൽക്കുന്നത്. ഇതാണ് ഞങ്ങളെ മീൻ. ചമ്പ ചെറിയ കുഞ്ഞു മക്കളമ്മ എടുത്ത് വാങ്ങിയിട്ടേന് ഏകദേശം അത്രത്തോളം സൈസ് ആയിട്ടുണ്ട് കേട്ടോ. പിടിക്കാല്ലേ എടുത്ത മീനി ഇല്ലല്ല നടന്നു ഇതിലിടട്ടെ. അല്ലല്ല അടുത്ത മീമിനെ പിടിക്കട്ടെ. വലിയ മീമി നോക്ക്. ഇല്ലല്ല ഇതിലിട്ട് എവിടെ മീമിനെ കാണിച്ചുണ്ടാ അച്ഛനെ? അയ്യോ ഏതാ ചളിയില്ലേ? എന്താ ഇതിന്റെ പഴയ കളർ നോക്കി. നമ്മളെ ഫിഷ് പോണ്ടിന്റെ പഴയ കളർ ഉണ്ടല്ലേ. വീണ്ടും പെയിന്റ് ചെയ്തൊക്കെ ഉഷാറാക്കി കൊണ്ടുവരട്ടോ. ഈ ഒരു കളർ 3 കുളത്തിനും ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ. 3 കുളത്തിനും 3 അടിയിൽ ഔട്ടർ ഫ്ലോ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് സംഭവിച്ചത് എന്താ വെച്ചാൽ ഒരു മീനിൽ കുടുങ്ങിയതായിട്ടാണ് തോന്നുന്നത്. ഇതിനുള്ളിൽ മീനിന്റെ തല കാണുന്നുണ്ട്. ആണോ എടുക്കറ കാണിക്കാൻ തോന്നുന്നുണ്ട്. കുടുങ്ങിയല്ലോ. ഇങ്ങനെ എടുത്തതിന് നമ്മളതിൻ്റെ ഈ പൈപ്പിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്ന 2 മീൻ സംഭവം അവിടുന്ന് കൂടെ വെള്ളത്തിന്റെ ഫോഴ്സിനും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരാളത് അതെയാണ്. ഇങ്ങനെ ഒരു പൈപ്പ് ഉണ്ട് അടിയിൽ. സാധാരണ ഞങ്ങൾ ഇവിടെ നെറ്റ് ഇടലുണ്ട്. പക്ഷെ അത് മിസ്സായിപ്പോയി. ഇപ്പോൾ മീൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ കുടുങ്ങി കിടക്കാറാണ്. അപ്പം പൈപ്പിട്ട്
പിടിച്ചപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് ക്ലീൻ ആക്കട്ടെ. നമ്മൾ ഈ കുളത്തിൽ നിറച്ചില്ല, എന്നാലും കുറേ ഗപ്പികളാണുള്ളത്. അപ്പോൾ ഗപ്പിക്കുഞ്ഞുങ്ങളെ പിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. എങ്ങനെയായാലും മിസ്സാവും. അതാ ആർക്കും വേണ്ടേ, രക്ഷപ്പെടുത്താൻ നോക്കിയപ്പോൾ അങ്ങനെ നമ്മളെ 3 കുളം ഏകദേശം ക്ലീനിങ്ങിൻ്റെ പകുതി കഴിഞ്ഞിരിക്കുകയാണ്. അത്യാവശ്യം നല്ല പൂക്കളൊക്കെ ഉണ്ട് അല്ലേ നൈനു? ഇത് മോട്ടർ അടിച്ച് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ആമ്പലിയില ഇറക്കി വെക്കണം. ഇത് നമ്മളെ നക്ഷത്രക്കുളം. നമ്മൾ ഈ ആമ്പല് നട്ടിരുന്ന ഈ ഡ്രമ്മ് സൈഡ് പോയിട്ടുണ്ട്. അപ്പം ഡ്രമ്മ് ഏതായാലും മാറ്റിക്കളാം. ഇതിൻ്റെ വേറെ ഇടത്ത് നോക്ക്. അതെ, നമ്മൾ വയനാട്ടിൽ നിന്ന് സെറ്റാക്കിയതിന് അങ്ങനെ വയലിലെ ചളിയിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ഉണ്ടാക്കിയതിന് കേട്ടോ. എന്തായാലും അങ്ങനെ ഈ ഒരു ആമ്പല് ഈ കുളത്തിൻ്റെ നടുക്കിലേക്കായിട്ട് ഇറക്കി വെക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ ആമ്പലം ഇറക്കി വെച്ച് വെള്ളം നിറയ്ക്കുകയാണ്. അങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മൂന്നും അത്യാവശ്യം നല്ല പണി തന്നെയാണ്. കുറേ കാലമായി, ഏകദേശം 2-3 വർഷത്തോളം ഇതൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട്. 3 ക്ലീൻ ചെയ്ത് മീനിനെയൊക്കെ വീണ്ടും അതിലേക്കാണ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആമ്പലും വീണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈവ അങ്ങനെ കൊച്ചു ഗപ്പിക്കുഞ്ഞുങ്ങൾ അല്ലേ, കുറച്ചോ ഗപ്പീസിനെ നമ്മൾ കുറച്ച് ഇതിലേക്ക് ഇടുകയാണേ. എന്നിട്ടേ ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഒരു വെള്ളച്ചാട്ടം സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇതിന് ചുറ്റും പുല്ല് പതിക്കണമെന്നുണ്ട്. അങ്ങനെ നമ്മളെ മീൻകുളത്തിൻ്റെ ബാക്കി പരിപാടികളായുള്ള വീഡിയോ വീണ്ടും വരും. എല്ലാവരും കൂടെ ഉണ്ടാവണം, കാണാം. ബൈ, ടാറ്റാ.